Hello guys, welcome back to another episode of Minecraft Let's Play series. ആ മൈൻക്രാഫ്റ്റിന്റെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേസിന്റെ ഇന്റീരിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇന്റീരിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ അധികം റിസോഴ്സ് ഒന്നുമില്ല. അപ്പോ ഇനി അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഹേ വാട്സ് അപ്പ് ഗൈസ്, ഇറ്റ്സ് മീ നിഷാൻ ആൻഡ് യു ആർ വാച്ചിങ് നിഷാൻ പ്ലേസ്. അപ്പത്തെ ഗൈസ് നമ്മള് അവിടെ ഒരു ലാമയും പിന്നെ വാണ്ടർ ട്രേഡറും ഉണ്ട്. നമുക്ക് അവന് തട്ടാം, നമുക്ക് അലീഷ എടുക്കാം. എടുക്കണം. അവൻ്റെ കയ്യിൽ കാര്യമായിട്ട് വലിയ ട്രേഡ് ഒന്നുമില്ല. ട്രേഡ് ഉണ്ടെങ്കിൽ നമ്മുടെ അത്ര ഒന്നുമില്ല. ആകെ 5 എമറൾഡ് എന്തോ ഉള്ളൂ. അതാ ഷിപ്രക്ക് കിട്ടിയ 5 എമറൾഡ് ഇവനെ അങ്ങ് തട്ടിയേക്കാം. ഓ തുപ്പുന്നോടാ. ഓനെയും തട്ടിയേക്കാം. കുറച്ച് ലെതർ ഇട്ടു നമുക്ക് ഫ്രെയിം നമ്മളൊരു ചെറിയ സ്റ്റോറേജ് കൂടി അതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത് അധികം മെറ്റീരിയൽസ് ഒന്നുമില്ല. എന്തെങ്കിലും ചെറിയ ബിൽഡായിരിക്കും, ഇത് ചെറിയ വീഡിയോ ആയിരിക്കും, നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ക്യാരറ്റ് ഫുൾ വളർന്നു നിൽക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ ബേസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ വളർന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് പൊടിച്ചിട്ട് റീപ്ലാന്റ് ചെയ്യാം. അതെ, ഫുള്ള് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് എവിടെ ഇതിനുവേണ്ടി റീപ്ലാന്റ് ചെയ്യാം. ഓ ക്രീപ്പർ തേങ്ങ പോലെ പണ്ടാറടങ്ങാനായിട്ട്. അല്ലെങ്കിൽ തെണ്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അവിടെ ബാക്കിലൊന്നും പൊട്ടുന്ന കേസ്. അപ്പം ഇനി ഇത് ഫുള്ള് ഫിക്സ് ചെയ്യാം. അങ്ങനെ ഇത് കേസ് ഫുള്ള് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊടിച്ചിട്ട് റീപ്ലാന്റ് ചെയ്യാം. കേസ് അപ്പുറത്ത് നമ്മളെ വീറ്റ് കൂടി ഗ്രോ ആയി നിൽക്കുന്നുണ്ട്, പക്ഷെ അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് പിന്നീട് റീപ്ലാന്റ് ചെയ്യാതെ ഫുള്ള് ഫാം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ബേസിൻ്റെ പണിയിലേക്ക് കിടക്കാം. അതിന് നമ്മളതിൽ വുഡ് ഉണ്ടോ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വുഡ് കട്ട് ചെയ്തതിൻ്റെ ഒരു ടൈം ലാപ്സ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ കയ്യിൽ ആവശ്യത്തിൽ വുഡ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ജസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു 30 ജസ്റ്റാണ് ഉണ്ടാക്കണം. ആ വുഡ് പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ ഒരു ഭാഗം മാത്രമേ ചെറിയ സ്റ്റോറേജ് ചെയ്യുന്നില്ല. നമ്മളെ ഗെയിമിൻ്റെ ഫസ്റ്റിലായതുകൊണ്ട് നമ്മുടെ അടുത്ത് അത്ര റിസോഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മളൊരു 30 ജസ്റ്റ് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 30 ജസ്റ്റ് ഓക്കെ, 30 ജസ്റ്റ് ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് ഫുള്ള് ചെസ്റ്റ് ഇതേ അവിടെ വെക്കുന്നുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ നമ്മളെ ചെസ്റ്റ് ഫുള്ള് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മളെ പഴയ ബേസിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റേ ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ലെതറും വുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റിക്ക് അതിലുണ്ടോ എല്ലാം ഉണ്ട്. ലെതർ ബാക്കിയുള്ള കൂടെ ലെതർ എടുക്കാൻ കുറച്ച്. അപ്പോഴത്തെ ഗൈസ് നമ്മളെ ഐറ്റം ഫ്രെയിം ഫുള്ള് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അതവിടെ പ്ലേസ് ചെയ്യാം. ഒന്നുകൂടി വേണം, കുറച്ചുകൂടി സ്റ്റിക്ക് ഉണ്ടാക്കാം. നമ്മളാ സ്ഥലം ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യത്തിലേറെ ഇപ്പോൾ വുഡ് ഉണ്ട്. ഇപ്പം കഴിഞ്ഞു, കുറച്ചേ ഉള്ളൂ. ഇനി ഒരു ഐറ്റം ഫ്രെയിം ലാസ്റ്റ് ഐറ്റം ഫ്രെയിം കൂടി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ വുഡ് വേണം, പിന്നെ നാച്ചുറൽ ഐറ്റം വേണം. അപ്പം ഇനി ഇതിൽ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഐറ്റംസ് വെക്കുന്നതിൻ്റെ ഒരു ടൈം ലാപ്സ് കൂടി. അതെ ഗൈസ്, അങ്ങനെ നമ്മളിത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സാധനം വെക്കുന്ന ഒരു ടൈം ലാപ്സ്
അപ്പോൾ ദേ ഗൈസ് നമ്മളിത് അങ്ങനെ ഫുള്ള് ചെസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3 ഒരു ചെസ്റ്റ്, പിന്നെ സൈഡിൽ ബാരൽ വെച്ചിട്ടുണ്ട് വാല്യുബിൾ ഐറ്റംസ് വെക്കാൻ. പിന്നെ അതേ നമ്മളിവിടെ ബെഡ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ബെഡ് ഇട്ടിട്ടുള്ളൂ, നമ്മുടെ അടുത്ത് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അതേ കുറച്ച് കോബിൾ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.